മൈലാഞ്ചി മൊഞ്ചുള്ള ശീലുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഈ സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശ്രീ ഫൈസൽ എലേറ്റിൽ, ശ്രീ ഷാൻ റഹ്മാൻ ആൻഡ് ശ്രീമതി റഹ്ന. നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് ശ്രീമതി റംല ബീഗം. സ്വാഗതം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇശൽ തനിമയിൽ നമുക്ക് വേണ്ടി ആദ്യമായി പാടാനെത്തുന്നു ഷിഫിൻ റോഷൻ. ചൊങ്കുറ്റ സൂര്യപൂരി മുന്തും ചിന്തും പൊന്തും ഫാലിൽ തീങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്താരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തീകവുടെ സോനം ഘോഷിതാനം റങ്കിലുതിപ്പും മീനപ്പം ചങ്കിൽ തുടിപ്പും മേടിപ്പും റങ്കിലുതിപ്പും മീനപ്പം ചങ്കിൽ തുടിപ്പും മേടിപ്പും എങ്കും പൊളപ്പും തീമർപ്പും ചൊടി ചൊടി സാരം സുഖസുര തരമാം മികപുരി ഹരമാം സുഖസുര തരമാം മികപുരി ഹരമാം ഷാജഹാജർ സലാമാ ഷറഫുടെ മക്കാമാ സുഖദാനം ചുങ്കുറ്റ സൂരപുരി മുന്തും ചിന്തും പൊന്തും ഫാലിൽ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്താരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തീകവുടെ സോനം ഘോഷിതാനം. പങ്കിസ മന്ദിരമെങ്കും പൊങ്കിടുമക്കൻ പൂകളെ പല്ലികൾ ചൊല്ലിടും നല്ല സംഗീതമാക്കും പോരുളെ ഹാലിതൻ താകുമങ്ക എത്തിന മഞ്ചും തരമേ ഹാലിക്കിൻ പൂരിത വെത്ത് അത്തരമുന്തും വിധമേ കൊതിമതമടങ്ങും തുതിമൊഴി മോശങ്കും ചിത്തിര മുത്തിരി മത്തിരമേട ചുങ്കുടി വങ്കുള ലിംഗിത നേട മതി മതി വിധിയേതു മതി പൊതവദനതു കാമാ ചുങ്കുറ്റ സൂരപുരി മുന്തും ചിന്തും പൊന്തും ഫാലിൽ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്താരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തീകവുടെ സോനം ഘോഷിതാനം. മങ്കിടറങ്ങി വിളങ്ങും പങ്കിളൊങ്കും പാടിവേ മന്ദിര തട്ടുകളിട്ടുമേ കുട്ടികൾ പാട്ടും പോലിവേ ആബീതൻ താകുമേറ്റം ഒറ്റമിലെത്തും സൂരമേ ആതിരി തേകുമ തട്ടിൽ മുന്തിട തട്ടും പൂരമേ തുതിമൊഴി മുഷങ്കും കതിരൊളി തുളങ്കും ചൊർക്കുട ഹൽക്കിന് സ്വർഗമ നേടാ ചന്തമിൽ മുന്തിര പൊന്തലം കൂട മതി മതി വിധിയേതു മതി പുതവദനതു കാമാ ചുങ്കുറ്റ സൂരപുരി മുന്തും ചിന്തും പൊന്തും ഫാലിൽ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്താരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തീകവുടെ സോനം ഘോഷിതാനം റങ്കിലുതിപ്പും മീനപ്പം ചങ്കിൽ തുടിപ്പും മേടിപ്പും റങ്കിലുതിപ്പും മീനപ്പം ചങ്കിൽ തുടിപ്പും മേടിപ്പും എങ്കും പൊളപ്പും തീമർപ്പും ചൊടി ചൊടി സാരം സുഖസുര തരമാം മികപുരി ഹരമാം സുഖസുര തരമാം മികപുരി ഹരമാം ഷാജഹാജർ സലാമാ ഷറഫുടെ മക്കാമാ സുഖദാനം ചുങ്കുറ്റ സൂരപുരി മുന്തും ചിന്തും പൊന്തും ഫാലിൽ തിങ്കിടും തീക സ്വർഗത്താനം ചൊങ്കാരത്താരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തീകവുടെ സോനം ഘോഷിതാനം. ഹായ് ഷിഫിൻ. ബ്ലാക്കും ഒക്കെ ഇട്ടിട്ട് നല്ല ബ്ലാക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള കളറ്? അതെ, ബ്ലാക്കും വൈറ്റും. ബ്ലാക്കും വൈറ്റും രണ്ടും നല്ല എന്താണ് സൂപ്പർ കളേഴ്സാണ് അല്ലേ? അപ്പോൾ
പാടിയിട്ട് എന്ത് തോന്നി? നല്ലോണം പാടാൻ പറ്റിയോ? വല്ലാതെ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇതിൽ നന്നായിട്ടൊക്കെ നമുക്ക് പാടാൻ പറ്റും അല്ലേ? പക്ഷെ എന്താ ചെയ്യാൻ, ഇനി നമുക്ക് പറ്റില്ലല്ലോ, മത്സരമായി പോയില്ലേ. അപ്പോൾ ഈ പാട്ടിൻ്റെ വിശേഷങ്ങളും ഒപ്പം ഷിഫിൻ്റെ പാട്ടിൻ്റെ കമൻസും കേൾക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ ഫൈസൽ സർ. ഷിഫിൻ ഈ പാട്ട് മുമ്പ് സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അന്ന് ഞാൻ ജഡ്ജായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മലപ്പുറം ജില്ലയിലും ഞാനായിരുന്നു ജഡ്ജെന്നാണ് അതെ അതെ. ആ വർഷം. അപ്പോൾ പിന്നീട് ഇങ്ങനെ മത്സരത്തിൽ വന്നപ്പോഴും അതുകൊണ്ട് തന്നെ ഷിഫിൻ ഈ പാട്ടിൻ്റെ വരികളെക്കുറിച്ചൊന്നും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതറിയായിരുന്നു, നേരത്തെ അറിയുന്നൊരു പാട്ടായതുകൊണ്ട്. ഒരു മൂന്ന് തവണയോ 4 തവണയോ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം നേടിയ ആളാണ്. ഓഹോ, അത് ശരി. 3ആണെന്ന് എൻ്റെ ഓർമ്മ. അല്ലെ 4? 3 തവണയാണോ? ഓർമ്മയില്ലേ? 4. കൊറേ പ്രാവശ്യം ആ 4 തവണ അല്ലേ? 4 തവണയും ഞാൻ ജഡ്ജാണ്. അത് ശരി. അപ്പോ ഇവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു സിദ്റത്തുൽ മുൻതഹ, മനസ്സിലായില്ലല്ലേ? അല്ല, സിദ്റത്തുൽ മുൻതഹ, ഷിഫൻ. ഇവർ രണ്ടും മഞ്ചേരിക്കാരാണ്. ഇവര് ഒരു 3-4 വർഷം ഇവർക്കാണ് സബ് ജില്ലയിലും ജില്ലയിലും സംസ്ഥാനത്ത് 1ാം സ്ഥാനം. കുത്തകയായിരുന്നു. സിദ്റത്ത് ഇവിടെ വരേണ്ട കുട്ടിയാണ്. അവള് പഠനവുമായി ബന്ധപ്പെട്ട് ദൂരെ പഠിക്കുന്നതുകൊണ്ടാണ്. അത് ശരി. അപ്പോ അത്ര അവരുടെ അക്കാലത്ത് ഞാൻ കേട്ടൊരു പാട്ടാണ്. എല്ലാ വർഷവും ഈ പാട്ടല്ല കേട്ടോ, മാറ്റിയിട്ടുണ്ട്. നിങ്ങളെ മറ്റേ പാട്ട് പോലെ അല്ല. അപ്പൊ ഇനിയുള്ള പാട്ടുകളും നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ കേൾക്കാൻ പറ്റും അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് OM കരുവാരക്കുണ്ട് എഴുതിയതാണ്. അദ്ദേഹം ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് മുഹസിൻ കുരിക്കല്, നല്ലൊരു സംഗീതജ്ഞനാണ്. ഇപ്പൊ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്ത ആളാണ് മുഹസിൻ കുരിക്കല്. നല്ല മനോഹരമായ പാട്ട്, പ്രത്യേകിച്ച് നല്ല കേൾക്കാൻ ഇമ്പമുള്ള. ഇപ്പൊ ഈ നമ്മുടെ ഈ ട്രഡീഷണൽ പാട്ടുകളൊക്കെ പൊതുവെ അത് ഒരു പഴയ രീതിയിൽ ഇങ്ങനെ പാടിപ്പോകുന്നതാണ്. അതിനൊരു പുതിയ മാനം കൊടുത്തത് മുഹസിൻ കുരിക്കളൊക്കെയാണ്. ഇങ്ങനെ മനോഹരമായ സംഗീതത്തിൽ ഈ പാട്ട് പുതിയ തലമുറക്ക് കൂടി ഹൃദ്യമാവുന്ന തരത്തിൽ, അതേസമയം തനിമയിൽ നിന്ന് മാറാതെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ സാഹസമാണ്. കാരണം വാക്കുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് മുഹസിൻ കുരിക്കൾ അങ്ങനെ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സംഗീതമാണ് ഈ പാട്ടിന്. പിന്നെ ഇത് സ്വർഗത്തിലെ അതിർപ്പങ്ങളെക്കുറിച്ച്, നാം ഈ ശാശ്വതമായ ലോകത്ത്, പരലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് സ്വർഗവും തിന്മ ചെയ്യുന്നവർക്ക് നരകവുമുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്, സ്വർഗത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ, അത് കൃത്യമായാണ് OM കരുവാരക്കുണ്ട് ഇവിടെ വിശദീകരിക്കുന്നത്. അത് ഞാൻ ഓരോന്നോരായി പറയുന്നില്ല. അപ്പോൾ അതാണ് ഈ പാട്ടിൻ്റെ വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഷിഫിൻ പാടിയത്, ഞാൻ ഇതിലും മനോഹരമായി ഷിഫിൻ പാടിയത് കേട്ടതുകൊണ്ടാണ് പറയുന്നത്. ഒരു സ്ട്രെയിനുണ്ട് പാടുന്നിടത്ത്. അത് വോയിസിന് സ്ട്രെയിനുണ്ട്. അത് എത്തിപ്പിടിക്കാൻ ശരിക്കും മനോഹരമായി ഇത് പാടാൻ കഴിയുന്ന ആളാണ് ഷിഫൻ. എന്നാലും വെറുതെ ഒരു പാടാൻ ഒരു ബുദ്ധിമുട്ടുള്ളവരോ തോന്നുക, ഫീൽ ചെയ്യാം. സൗണ്ട് ചേഞ്ചിങ്. അതെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഈ പാട്ട് ഇതിലും മനോഹരമായി കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും ആ ഒരു പരിമിതികളൊക്കെ അപ്പുറമൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കണം. സ്റ്റേജിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് പാടുന്നുണ്ടോ? സ്റ്റേജിലൊക്കെ പാടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇടയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നുണ്ട്. വല്ലാതെ പ്രോഗ്രാമിനൊന്നും പോകലില്ല. സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിരന്തരമായി പാടുക തന്നെയാണ് ഇതിന്. അതുകൊണ്ട് അടുത്ത റൗണ്ടുകളിലൊക്കെ ആ ഭാവമൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ താങ്ക് യു സർ. റംല മാം, എന്താണ് ഷിഫിൻ്റെ പാട്ടിനെ കുറിച്ചിട്ടുള്ള? ഷിഫിൻ നല്ല മൊഞ്ചുള്ള കുട്ടിയാണ്. പക്ഷെ ആ മൊഞ്ച് മോൻ്റെ പാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര അനായാസമായിട്ടാണ് ആ പ്ലാൻസൊക്കെ വന്നിട്ടുള്ളത്. വളരെ നന്നായി, കുറച്ച് പിടിച്ച് പാടുന്നു എന്നുള്ളത് ഉപേക്ഷിച്ചാൽ നന്നായി പാടാം, ഈസി ആയിട്ട് പാടാം. ഈസി ആയിട്ടുള്ള പാട്ടല്ല ഇത്. OM കരുവാരക്കുണ്ടിൻ്റെ കുറേ അധികം കഥകൾ, ചരിത്ര കഥകൾ കഥാപ്രസംഗ രൂപേണ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. OMനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാണ്, നന്നായി എഴുതുന്ന ഒരു വ്യക്തിയാണ്. കുറേ അധികം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കുറേ അധികം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖന്തക്ക്, ഹൈബർ, മക്കം ഫത്തഹ്, കർബല, അങ്ങനെ എത്രയോ 1042 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളൊക്കെ ഏകദേശം അത്രയൊക്കെ തന്നെ ഞാനും കഥാപ്രസംഗ രൂപത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കഥകളും അവതരിപ്പിച്ചിട്ടുള്ളത്, അതിലെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് OM കരുവാരക്കുണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളും ഇതുപോലുള്ളൊക്കെ
അർത്ഥത്തിലൊക്കെ വരുന്ന പാട്ടുകളാണ്. വളരെ നന്നായി എഴുതുന്ന ഒരാളാണ്. പക്ഷെ മോൻ്റെ മൊഞ്ച് പോലെ നമ്മുടെ എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയില്ലേ, പേര് ഷാൻ റഹ്മാൻ. മിടുക്കനാണ്. അത്രയും സൗന്ദര്യം ഇല്ലെങ്കിൽ ഏകദേശമൊക്കെ അതുപോലത്തെ സൗന്ദര്യം ഈശ്വരാ, തന്നെയല്ല, എനിക്ക് പാട്ടിലും ആ സൗന്ദര്യം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും മോൻ ഏകദേശം നന്നായി പാടിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. Thank you. റംലത്ത, ഒരു കാര്യം, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു സമാധാനം ഇല്ല ഇവനെ കൊണ്ട്. ഇനിയും ഷാൻ മൊഞ്ചുണ്ട് എന്ന് പറയല്ലേ റംലത്ത. അല്ല, നമ്മള് അല്ല, രഹന ചേച്ചി. ഈ ഷാന് കണ്ണു കിട്ടാതിരിക്കാനുള്ള എന്നെ സംബന്ധിച്ച് പറഞ്ഞാണ്. അല്ല രഹന ചേച്ചി, ഇവിടെ പ്രൊഫഷനൊക്കെ മാറ്റാൻ പോവാ. ഇപ്പം കഴിഞ്ഞ ദിവസം എന്തോ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഇല്ല, 3-4 ഫിലിംസ് ആക്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയണ ഞാൻ കേട്ടു. എത്ര ഫിലിംസാ? എത്ര ഫിലിംസ് ആയിരുന്നു? മറ്റേ ട്രാഫിക്കിന്റെ ഡയറക്ടർ ഒരു സിനിമ മാത്രമേ ഞാൻ അഭിനയിക്കുന്നുള്ളൂ. ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് നല്ലതൊന്നു പോരെ, നല്ലതൊന്നും ഒന്ന് മതിയല്ലേ? അല്ല, പക്ഷെ അത് ആദ്യം- നല്ല ഭംഗിയായിട്ട് അതെ, തുടക്കം ഞാൻ ഒന്നിലേ കണ്ടപ്പോഴേ ഒരു തുടങ്ങാൻ പറ്റുള്ളൂ. ഹിന്ദി നടന്റെ ലുക്കുണ്ട്. എന്താണ് നമ്മൾ 3 പേരും കൂടി come. ഷാൻ ഞങ്ങൾ 3 പേരും ഒന്നിച്ചല്ല, ഇത് മനസ്സിലായില്ലേ ഇപ്പോ? അതാണ് കാര്യം. അല്ല, അത് ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം, അല്ലേ? അതാണ് അങ്ങനെയൊക്കെ ചിറ്റൂർ കോളേജിന്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാവുമ്പോഴുള്ളൊരു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി ചിറ്റൂർ കോളേജ് എടുത്തിടുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിറ്റൂർ കോളേജിൽ 2 ആളുകൾ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ അല്ലേ നല്ല നല്ല കോളേജിൽ പഠിച്ചവരാണ്. അല്ല, രഹനക്കൊരു പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. രഹന മിടിക്കാണ് കേട്ടോ. രഹനയും നല്ല സുന്ദരി മോളാണ്, പാട്ടിലും സൗന്ദര്യത്തിലും. അപ്പൊ ഫൈസൽ സാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എപ്പോഴാണ് ഞാൻ സുന്ദരനാന്ന് പറയുന്നത്. അല്ല, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആരെയാണ് പേടിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരാളാണിത്. പൗരുഷം തുളുമ്പുന്ന മുഖവും മാടപ്രാവിന്റെ ഹൃദയവുമായി ഇവിടെ ഇരിക്കുന്ന ഈ ഫൈസൽ സാറിനോട് എനിക്ക് അടങ്ങാത്ത ആരാധനയാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, റംലത്ത ഇപ്പം എന്നെ പറ്റി ഇത്രയും പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണേ റംലത്തക്ക്. ഞാൻ റംലത്തക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് തിന്നൂടാ, ഷുഗർ ഉണ്ട്. അപ്പം ഷുഗർ ഫ്രീ എന്തെങ്കിലും. അതിനർത്ഥം വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്താ വെച്ചാല്, എനിക്ക് മൊഞ്ചുണ്ട് എന്ന് പറഞ്ഞത് റംലാത്തക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അതാണ് അവിടെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ തിളക്കുന്നത്. അതുകൊണ്ടാണ് അസൂയ പിന്നെ കൂടെ ഉള്ളതുകൊണ്ട്. അപ്പൊ റംലാത്ത എനിക്ക് വേണ്ടി ഒരു 2 വരി ഒന്ന് പാടിത്തരും. തിരുനാമമേ ഉറ്റശം സുദ്ദീൻ നബീശം ഹുദാ അളവിൽ ഉസല്ലി ബഅദഹംദില്ലാ. സഹപഞ്ചുമിലും അവർ തെയ്യീനത്തായിരീന വതാവീനിലുമേ അതെപ്പോഴും പഴങ്ങുന്ന തങ്കം വെൺകുണ്ടை ஒழித்தவர் தன் கை பொன்ரத்னமுரைத்தவர் தந்தை தாயிலும் தங்கமாகிய தங்களோடனதுள் மூப்ப தேஜமேற்றம் റംലാത്ത, താങ്ക് യു.
ഒരുപാട് ഞാനിവിടെ റംലത്തയുടെ സൈഡിൽ ഇരിക്കുന്ന തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. താങ്ക് യു റംലത്ത. ഓക്കെ, താങ്ക് യു റംലത്ത. അപ്പോൾ ഇപ്പം നല്ലൊരു മൂഡിലാണ് ഷാൻ സാർ ഇരിക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ കമൻസ് ചോദിച്ചു വെക്കാം അല്ലേ? സുന്ദരനാണ്, മൊഞ്ചുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാൻ സാർ. ഷിഫിനെ, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? സിംഗിങ് ഇസ് ഗുഡ്. സിംഗിങ് നല്ല സിംഗിങ് ആണ്. ഈ പറഞ്ഞ പ്ലാൻസും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ഷിഫിനെ. കാരണം എല്ലാം പിടിച്ച് ഇങ്ങനെ പോവരുത് അങ്ങനെ ആന്നുള്ളത് വാ തുറന്ന് ആന്ന് തന്നെ വരണം. നമ്മൾ ഇപ്പം എന്താ പറയുക, എനിക്ക് ഷിഫിൻ പാടുമ്പോൾ ഷിഫിൻ്റെ ലിപ്സ് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ഡയലോഗ് പറയുന്ന പോലെ വാ തുറക്കാതെയാ പറയാ. കുറച്ച് മാത്രം. വിജയ് ഫാൻസ് ദയവേ തന്നെ ഉപദ്രവിക്കരുത്. ഒന്ന് കാണിക്കാമോ അതെങ്ങനെയാണ്? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ആക്ടിങ്ങിൽ അത് ഓക്കെ, ബട്ട് സിംഗിങ്ങിൽ അത് പറ്റില്ല. അത് ആന്നുള്ളത് ആന്ന് തന്നെ വരണം. കാരണം വാ അടച്ച് ആന്ന് ആ ഹമ്മിങ്ങും ആ സസ്റ്റെയിനൊക്കെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. കാരണം സിംഗിങ് മാത്രമല്ല, ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓരോ വരികൾക്കനുസരിച്ചുള്ള ഒരു ഫ്ലോ, അതിനുള്ള മൂഡ് കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ അത് ഒരു 100% കംപ്ലീഷനിൽ എത്തില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും അടുത്ത തവണ ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാൻ സാർ. ഇനി രഹന ചേച്ചിയുടെ ഊഴാണ്. രഹന ചേച്ചി. ഷിഫിൻ, എന്താ ഭയങ്കര ഒരു നാണമൊക്കെ? ഉണ്ടോ നാണുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നി. അത് ഷിഫിൻ, ഞാനിവിടെ ഹൈ പോകുന്ന അവിടേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വോയിസിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ആ 2 പാട്ട് പാടിയപ്പോഴും അന്നും ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വോയിസിൽ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്ത് നമ്മളെ വോയിസ് സ്റ്റഡി ആക്കാൻ ആദ്യം വേണം. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നല്ല ടഫായിട്ടുള്ള സോങ്ങാണ്. പക്ഷേ ഷിഫിൻ ഇതിൽ തന്നെ എത്ര പ്രാവശ്യം, ഈ സോങ്ങിന് തന്നെ എത്ര പ്രാവശ്യം പ്രൈസ് വാങ്ങി? സ്റ്റേറ്റ് ഒരു തവണ, പിന്നെയൊക്കെ കോമ്പറ്റീഷൻ ഒരുപാട് അല്ലേ? അത്രയും ഇത് പ്രാക്ടീസ് ആയിട്ടുണ്ടാവുമല്ലോ ഈ സോങ്ങിൽ. പക്ഷെ അത് ഈ സ്ട്രെയിൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് പാടിയ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത കമൻസ് ആണ് കേട്ടോ അല്ലേ? ഇനി മാർക്ക് ചോദിക്കാലോ? ആരോട് ചോദിക്കണം? റംലത്തോട് തന്നെ ചോദിക്കാം അല്ലേ? റംലത്ത, ഔട്ട് ഓഫ് 10 എത്ര മാർക്സാണ് കൊടുക്കുന്നത് ഷിഫ്റ്റ്? മോൻ്റെ പാട്ട് ഞാൻ വളരെയധികം ആസ്വദിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ മോനെ 8 മാർക്ക് 10. ഓക്കെ, ഔട്ട് ഓഫ് 10 8 മാർക്സ് ആണ് റംലത്ത് നൽകിയിരിക്കുന്നത്. ഷാൻ സർ? ഷിഫിൻ ഔട്ട് ഓഫ് 30 25. ഔട്ട് ഓഫ് 30. ഇംപ്രൂവ്മെൻറ്റിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം പിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഷിഫിൻ വറി ചെയ്യേണ്ട കാര്യമില്ല. പിച്ചൊക്കെ പെർഫെക്റ്റാണ്. ബാക്കിയുള്ള സിംഗിങ്ങിൻ്റെ ഡൈനാമിക്സും ആ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ, ഹൈ പോകുന്ന ഭാഗങ്ങളൊക്കെ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഔട്ട് ഓഫ് 30 25 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫൈസൽ സർ? ഞാൻ ഈ രഹന കൂടി മാർക്ക് പറഞ്ഞിട്ടാണ് ഞാൻ മാർക്ക് എഴുതാൻ പോകുന്നത്. അത് പിന്നീട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് രഹന ചേച്ചിയോട് ചോദിക്കാം അല്ലേ? ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ. ഓക്കെ, രഹന ചേച്ചി എത്ര മാർക്കാണ് ഷിഫിന് കൊടുക്കുന്നത്? അപ്പം ഷിഫിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 25. ഓക്കെ, 25 ഔട്ട് ഓഫ് 30 25 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 58 മാർക്ക് അല്ലേ? ഓക്കെ, ഔട്ട് ഓഫ് 70 58 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല അല്ലേ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ കമൻസ് ഒക്കെ കേട്ടിട്ട് അതിൽ നിന്ന് എല്ലാം എന്താ പറയുക, നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി നല്ല മിടുക്കനായിട്ട് വരിക, കുറച്ചും കൂടി മൊഞ്ചൊക്കെ ആക്കി വരിക. ഷാൻ സാറിനെ നമുക്ക് വെട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഷിഫിൻ 14ാം രാവിന്റെ സുന്ദരനാണ് നിൽക്കണേ. അഹങ്കാരമൊന്നുമില്ല അല്ലേ? എന്നാലും കുറച്ചുണ്ടല്ലേ? എന്നാലും എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ല. ഈ എന്റെ സൗണ്ട് ചേഞ്ച് ചെയ്യണ സമയത്തുണ്ട് കുറച്ച് സ്ട്രെയിൻ ഉണ്ട് പറഞ്ഞു സൗണ്ടിൽ. വേറെ പ്രശ്നമൊന്നും കാര്യമായിട്ട്. അപ്പൊ ഈ പാട്ട് സ്റ്റേറ്റിലൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? പാടിയിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ കിട്ടി. അതിനെക്കാട്ടി കൂടുതൽ നന്നായി പാടാൻ പറ്റുമോ?
ഇല്ല, അത്ര അന്ന് എൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമൊന്നല്ലല്ലോ. ഇപ്പൊ അങ്ങനെ 58 മാർക്സ് കിട്ടിയിരിക്കണേ. അതെ 58. നല്ല മാർക്സ് ആണ്. അല്ല, ഇതാരാണ്? ഇതെന്റെ അക്കച്ചിയാണ്, ഉമ്മാന്റെ അനിയത്തി. ഉമ്മാന്റെ അനിയത്തിക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ല. അപ്പം ഇതിനെക്കാട്ടി നന്നായി പാടാൻ പറ്റുമോ? നേരത്തെ നന്നായിട്ട് പാടിയതാണ്. ഇപ്പം പ്രാക്ടീസിന്റെ കുറവുണ്ടായിരുന്നോ? ഇല്ലല്ല, നേരത്തെ പാടിയ പാട്ടാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ സ്ട്രോങ് ആയി വരികയാണ്. അപ്പം നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്.